നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷ്വറൻസ് അല്ലെങ്കിൽ SQA എന്ന് പറയും. ഓക്കെ, സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷ്വറൻസ് അല്ലെങ്കിൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, രണ്ട് ഇതിൽ നമുക്ക് പറയാൻ പറ്റും. ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്നും പറയാം, അതുതന്നെയാണ് സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറയുന്നത്. SQA എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഇസ് ആൻ അംബ്രല്ല ആക്ടിവിറ്റി. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, കുറേ ആക്ടിവിറ്റീസ്, ഫ്രെയിം വർക്ക് ആക്ടിവിറ്റീസും അംബ്രല്ല ആക്ടിവിറ്റീസൊക്കെ പഠിച്ചിട്ടുണ്ട് പ്രോസസ് ഫ്രെയിം വർക്കിൽ. അപ്പം അങ്ങനെയുള്ള ഒരു അംബ്രല്ല ആക്ടിവിറ്റിയിൽ വരുന്നതാണ് എന്ത്, SQA എന്ന് പറയുന്നത്. ഈ SQA ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിളിൻ്റെ ത്രൂ ഔട്ട് ദ ലൈഫ് സൈക്കിൾ നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് SQA എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ആ ടേമിൽ തന്നെ കേട്ടാൽ അറിയാം എന്താണ് സോഫ്റ്റ്വെയറിൻ്റെ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അഷ്വർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് SQA എന്ന് പറയുന്നത്. Okay, so software quality assurance encompasses an SQA process, specific quality assurance and quality control task, effective software engineering practices, control of all software work products and the changes made to them, a procedure to ensure compliance with software development standard, and measurement and reporting mechanism. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആക്ടിവിറ്റീസാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. ഓക്കെ, അതിൽ ഒരു SQA പ്രോസസ്സ് ഉണ്ട്, അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടാവും, ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്. SQA പ്രോസസ്സ് ഉണ്ടാവും. ദെൻ ഒരു സ്പെസിഫിക് ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ടാസ്ക് ഉണ്ടാവും. ക്വാളിറ്റി അഷ്വർ ചെയ്യാനും അതുപോലെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ടാസ്കുകളുണ്ട്. ഓക്കെ, അതിൽ വരുന്നതാണ് നമ്മൾ ടെക്നിക്കൽ റിവ്യൂ ഒക്കെ, ഫോർമൽ ടെക്നിക്കൽ റിവ്യൂ ഒക്കെ പഠിച്ചില്ല, അങ്ങനെയുള്ള ടെക്നിക്കൽ റിവ്യൂസൊക്കെ അതിൽ വരുന്നതാണ്. പിന്നെ അതുപോലെ ടെസ്റ്റിംഗ് സ്ട്രാറ്റജീസൊക്കെ വരും. ഓക്കെ, പിന്നെ വരുന്ന ആക്ടിവിറ്റിയാണ് എഫക്റ്റീവ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രാക്ടീസ്. അതായത് എഫക്റ്റീവ് നമ്മൾ ഫസ്റ്റിന് പഠിക്കുന്നില്ല, ലെയേർഡ് അപ്രോച്ച്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ലെയേർഡ് അപ്രോച്ചാണ്, അതിൽ ടൂൾസ് യൂസ് ചെയ്യും, മെത്തേഡ്സ് യൂസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ടല്ലോ. അപ്പം അതന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ എഫക്റ്റീവ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രാക്ടീസ് ആണ്. ഇതിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, ഇറ്റ് എൻകമ്പോസസ് മെത്തേഡ്സ് ആൻഡ് ടൂൾസ്, വേരിയസ് മെത്തേഡ്സും ടൂൾസൊക്കെ കൂടിയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, ദെൻ ഇത് വേറെ എന്താണ്, ഇറ്റ് കൺട്രോൾ ഓഫ് ഓൾ സോഫ്റ്റ്വെയർ വർക്ക് പ്രോഡക്ട്സ് ആൻഡ് ദ ചേഞ്ചസ് മെയ്ഡ് ടു ദം. അപ്പം എന്താണ്, ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പം ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും കൺട്രോൾ ഉണ്ടാവും. അതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സില്ലേ, ഒരു പ്രോസസ്സിൻ്റെ റിസൾട്ടായിട്ടാണ് നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടുക അല്ലേ. സോ ആ സോഫ്റ്റ്വെയർ പ്രോസസ്സിന് എൻ്റയർ കൺട്രോൾ ഉണ്ടാവും. ആൻഡ് ആ ഒരു ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുകയാണെങ്കിലും അതിനൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുക. ഓക്കെ, പിന്നെ എന്താ ഉള്ളത്, എ പ്രൊസീജിയർ ടു എൻഷുവർ കംപ്ലയൻസ് വിത്ത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് സ്റ്റാൻഡേർഡ്. ആ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് സ്റ്റാൻഡേർഡ് ചില സോഫ്റ്റ്വെയർസിനൊക്കെ നമ്മൾ പറയും ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് വേണം എന്നൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ഉള്ള സോഫ്റ്റ്വെയർസ് ആണ് വേണ്ടതെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യും. ആൻഡ് ഫൈനലി മെഷർമെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് മെക്കാനിസം, നമ്മളെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൻ്റെ എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്നുള്ളത് മെഷർ ചെയ്യുകയും ചെയ്യും, അതിനൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടിയിട്ടുള്ളതാണ് ഒരു സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എലമെൻറ്റ്സ് ഓഫ് സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷ്വറൻസ്, അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷ്വറൻസിൻ്റെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്കിത് എഴുതാം കേട്ടോ. അതിൽ വരുന്ന കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ വരുന്ന ഒന്നാണ് സ്റ്റാൻഡേർഡ്സ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ അല്ലേ, നമുക്ക് പല സോഫ്റ്റ്വെയർസും പല ടൈപ്പ് ഓഫ് സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ അത് നമ്മളതിൽ ചെയ്യുന്നുണ്ടെന്നുള്ളത് എൻഷുർ ചെയ്യണം. ഓക്കെ, the IEEE, ISO and other standards organization have produced a broad array of software engineering standards and related documents. Okay, so നമ്മളിങ്ങനെ IEEE അതുപോലെ നമ്മൾ ചിലതിന് പറയില്ല IEEE ഇതാണ് സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ ISO 9 സ്റ്റാൻഡേർഡ് ഉണ്ട് എന്നൊക്കെ പറയണില്ലേ. അപ്പം അവരുടെ സ്റ്റാൻഡേർഡ് കൊടുക്കണമെങ്കിൽ, ആ ഒരു ഇത് കൊടുക്കണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് എന്താ പറയുക ഇതൊക്കെ ഉണ്ട്, കുറച്ച് മെഷേഴ്സൊക്കെ ഉണ്ടാവും. അപ്പം നോർമലി ISO അല്ലെങ്കിൽ IEEE കോമൺ ആയിട്ട് വരുന്ന സാധനമാണ്. അതിൻ്റെ തന്നെ സോഫ്റ്റ്വെയറിന് കൊടുക്കുന്ന സർട്ടൻ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഓക്കെ, ഇനി SQA എന്താ ചെയ്യേണ്ടത്, SQA ഹാസ് ടു എൻഷുർ ദാറ്റ് സ്റ്റാൻഡേർഡ്സ് that have been adopted are followed and that all work products conform to them. SQA ആക്ടിവിറ്റി എന്താ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ സ്റ്റാൻഡേർഡ്സൊക്കെ
അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സ്റ്റാൻഡേർഡ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ, അതിനുള്ള കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണോ ചെയ്യുന്നത്, അതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് എൻഷുർ ചെയ്യാണ് എന്ത് ചെയ്യുക, SQA ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് റിവ്യൂസ് ആൻഡ് ഓഡിറ്റ്സ്. ഓക്കെ, റിവ്യൂ ചെയ്യണം അല്ലേ, നമുക്ക് സോഫ്റ്റ്വെയർ ഒക്കെ കറക്റ്റായിട്ടാണോ എന്ന് റിവ്യൂ ചെയ്യണം. ഓക്കെ, അപ്പോൾ ടെക്നിക്കൽ റിവ്യൂസ് ആർ എ ക്വാളിറ്റി കൺട്രോൾ ആക്ടിവിറ്റി പെർഫോം ബൈ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഫോർ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്. അപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിൻ്റെ തന്നെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റി ഇതാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന ഒരു മെത്തേഡാണ് ടെക്നിക്കൽ റിവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഓഡിറ്റ്സ് ഉണ്ടാവും. ഓഡിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കറക്റ്റായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തതെന്ന് ചെക്ക് ചെയ്യുക. ഓഡിറ്റ്സ് ആർ എ ടൈപ്പ് ഓഫ് റിവ്യൂ പെർഫോം ബൈ SQA personnel with the intent of ensuring that quality guidelines are being followed for software engineering work. നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വർക്ക് നടക്കുമ്പം അവിടെയുള്ള അതിന് വേണ്ട ക്വാളിറ്റീസൊക്കെ കീപ്പ് ചെയ്തുകൊണ്ടാണോ ആ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് എന്നുള്ളത് എൻഷുർ ചെയ്യും. അപ്പോൾ ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്, SQA ആണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ SQA ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആക്ടിവിറ്റീസാണ് ഈ റിവ്യൂസും ഓഡിറ്റ്സൊക്കെ. ഓക്കെ, പിന്നെ വരുന്നതാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് വെഗിൻ ഇറ്റ് ഇസ് എ ക്വാളിറ്റി കൺട്രോൾ മെക്കാനിസം ആണ് അല്ലേ. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്, നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റിൽ എന്തെങ്കിലും എറേഴ്സോ അല്ലെങ്കിൽ ബഗ്സോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറക്റ്റായിട്ടുള്ള റിസൾട്ടാണോ കിട്ടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ അതൊക്കെയാണ് നമ്മൾ എന്തിൽ ചെയ്യുന്നത്, സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൽ ചെയ്യുന്നത്. ആൻഡ് ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് വീണ്ടും എന്താണ്, ആ സോഫ്റ്റ്വെയറിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അതിൻ്റെ അൾട്ടിമേറ്റ് ഇതെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദ ജോബ് ഓഫ് SQA ഈസ് ടു എൻഷുർ ദാറ്റ് ടെസ്റ്റിംഗ് ഇസ് പ്രോപ്പർലി പ്ലാൻ ആൻഡ് എഫിഷ്യൻ്റ്ലി കണ്ടക്റ്റഡ് സോ ദാറ്റ് ഇറ്റ് ഹാസ് ദ ഹയസ്റ്റ് ലൈക്ലിഹുഡ് ഓഫ് അച്ചീവിങ് ഇറ്റ്സ് പ്രൈമറി ഗോൾ. അപ്പോൾ ഈ SQL എന്താ ചെയ്യുന്നത്, ഈ ടെസ്റ്റിംഗ് ഒക്കെ കറക്റ്റായിട്ടാണോ നടത്തുന്നത്, കറക്റ്റ് പ്ലാൻ ചെയ്തിട്ട് എഫിഷ്യൻ്റ് ആയിട്ടാണോ കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ SQA ചെയ്യുന്നത്. മനസ്സിലായോ? പിന്നെ വരുന്നതാണ് എറർ ഓർ ഡിഫക്റ്റ് കളക്ഷൻ ആൻഡ് അനാലിസിസ്. ദ ഓൺലി വേ ടു ഇംപ്രൂവ് ഈസ് ടു മെഷർ ഹൗ യു ആർ ഡൂയിങ് അല്ലേ. നമ്മളിപ്പോൾ എപ്പോഴും ഒരു സാധനം നമുക്ക് തിരുത്തണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം അല്ലേ. ദെൻ ഓൺലി വി ക്യാൻ കറക്റ്റ് ദാറ്റ്. അതേപോലെ തന്നെ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്, ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്, എന്ത് മെത്തേഡാണ് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്നതെന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ SQA എന്താ ചെയ്യുന്നത്, ഇറ്റ് കളക്ട്സ് ആൻഡ് അനലൈസസ് എറേഴ്സ് ആൻഡ് ഡിഫക്റ്റ് ഡാറ്റ to better understand how errors are introduced and what software engineering activities are best suited to eliminate them. അപ്പോൾ SQA എന്താ ചെയ്യുന്നത്, എന്തൊക്കെയാണ് എറേഴ്സ്, എന്തൊക്കെയാണ് ബഗ്സ് വന്നിട്ടുള്ളത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴാണ് ഈ ബഗ് വരുന്നത്, എന്ത് ആക്ടിവിറ്റി ചെയ്തപ്പോഴാണ് ഈ എറർ വന്നതെന്നുള്ളത് അത് കണ്ടുപിടിച്ചിട്ട് അത് കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അതാണ് ഈ ഒരു ആക്ടിവിറ്റി. പിന്നെ വരുന്നതാണ് ചേഞ്ച് മാനേജ്മെൻറ്റ്. നമുക്കറിയാം അല്ലേ, എല്ലാത്തിനും വരുന്ന ഒരു സംഭവമാണ് ചേഞ്ച്. നമ്മൾ ഇവിടെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് സ്റ്റാറ്റിക് ആയിട്ടില്ല, എല്ലാം നമ്മൾ ഡൈനാമിക് കാര്യങ്ങളാണ് അല്ലേ, എല്ലാം ചേഞ്ച് ചെയ്യും അല്ലേ. അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ എന്താണ്, നമ്മൾ ഒരിക്കലും ഒരു സോഫ്റ്റ്വെയർ സ്റ്റാറ്റിക് ആയിട്ട് ഉണ്ടാവില്ല, എപ്പോഴും അതിലും എന്തൊക്കെ ഉണ്ടാവും, ചേഞ്ചസ് വന്നുകൊണ്ടേക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ചേഞ്ചസ് മാനേജ് ചെയ്യുന്നതും ആരുടെ വർക്കാണ്, SQA ചെക്ക് ചെയ്യും. ഓക്കെ, so change is one of the most disruptive aspect of any software project. If it is not properly managed, change can lead to confusion and confusion almost always leads to poor quality. ശരിയല്ലേ, ചേഞ്ച് കറക്റ്റായിട്ട് നമ്മൾ മാനേജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് റെസ്റ്റ് ഓഫ് ദ സിസ്റ്റം വരെ ഇതാവും അല്ലേ. അതുപോലെ തന്നെ അതിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ ചാൻസ്, കൺഫ്യൂഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ക്വാളിറ്റി പോകാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള ചാൻസസ് ഉണ്ട്. സോ SQA എന്താ ചെയ്യുന്നത്, എൻഷുവേഴ്സ് ദാറ്റ് അഡീക്വേറ്റ് ചേഞ്ച് മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് ഹാവ് ബീൻ ഇൻസ്റ്റിറ്റ്യൂട്ടഡ്. നമുക്ക് ചേഞ്ച് മാനേജ്മെൻറ്റ് കുറേ പ്രാക്ടീസ് ഉണ്ട്, കുറേ മെത്തഡോളജീസ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് അതൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ആര് നോക്കുക, SQA നോക്കുക. ഓക്കെ, പിന്നെ വരുന്നതാണ് എഡ്യൂക്കേഷൻ. എവറി സോഫ്റ്റ്വെയർ ഓർഗനൈസേഷൻ
wants to improve its software engineering practices. A key contributor to improvement is education of software engineers, their managers, and other stakeholders. അല്ല എപ്പോഴും എല്ലാവർക്കും ഇമ്പ്രൂവ്മെൻ്റ് ആണ് വേണ്ടത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ ഇമ്പ്രൂവ്മെൻ്റ് ആണ് വേണ്ടത്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മളത് പഠിക്കണം അല്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പം എന്തുണ്ടാവുക, പുതിയൊരു ഒരു സംഭവം നമ്മൾ ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഫീൽഡ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ IoT അല്ലെങ്കിൽ ബിഗ് ഡാറ്റ അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് എന്നൊക്കെ പറയുന്ന ന്യൂ ടെക്നോളജീസ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ന്യൂ ടെക്നോളജീസ് വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മളത് പഠിച്ചിരിക്കണം. വി ഹാവ് ടു ലേൺ ദാറ്റ്. അപ്പോൾ അതേപോലെ തന്നെ ഈ നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ, അവരുടെ മാനേജേഴ്സ് ആയിക്കോട്ടെ, ആ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവരൊക്കെ എന്താണോ ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ച് കൂടുതൽ ലേൺ ചെയ്തിരിക്കണം. അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ദ SQL ഓർഗനൈസേഷൻ ടേക്സ് ദ ലീഡ് ഇൻ സോഫ്റ്റ്വെയർ പ്രോസസ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് ഇസ് എ കീ പ്രൊപ്പണൻറ്റ് ആൻഡ് സ്പോൺസർ ഓഫ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്. അപ്പോൾ ഈ SQL ഇത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള ലേണിംഗ് പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുകയും അതുപോലെ ഇങ്ങനെയുള്ള ലേണിംഗ് പ്രോഗ്രാംസൊക്കെ ഇവർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അത് നോക്കും, SQL നോക്കും. ഓക്കെ, നെക്സ്റ്റ് ഇസ് വെൻഡർ മാനേജ്മെൻറ്റ്. വെൻഡേഴ്സ് അറിയാലോ, വെൻഡേഴ്സിൻ്റെ അടുത്തായിരിക്കും നമ്മൾ വാങ്ങുക അല്ലേ. 3 categories of softwares are acquired from external software vendors. അതിൽ വരുന്നതാണ് shrink wrapped package. അതിൽ വരുന്ന അതിൻ്റെ ഒരു എക്സാമ്പിൾ മൈക്രോസോഫ്റ്റ് ഓഫേഴ്സ്. പിന്നെ tailored shell that provides a basic skeletal structure that is custom tailored to the needs of a purchaser, and the contracted software. നമ്മൾ 3 ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർസ് ആണ് വാങ്ങുക. ഒന്ന് ഷ്രിങ്ക് റാപ്പ് പാക്കേജ് ആയിട്ട് നമ്മൾ ഓഫീസ് ടൂളില്ലേ, മൈക്രോസോഫ്റ്റ് ഓഫീസിൽ എന്താണ്, നമുക്ക് ഓഫീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ സോഫ്റ്റ്വെയർസ് വേണോ അതൊക്കെ ആ ഒരു മൈക്രോസോഫ്റ്റ് ഓഫീസിൽ ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു പാക്കേജായിട്ട് സോഫ്റ്റ്വെയർസ് ഉണ്ടാകും. പിന്നെ വരുന്നതാണ് ടൈലേർഡ് ഷെൽ എന്ന് പറയും. ഒരു സ്കെലറ്റൽ സ്ട്രക്ചർ മാത്രമാണ് ഉണ്ടാവുക. പിന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതാണ് കോൺട്രാക്റ്റഡ് സോഫ്റ്റ്വെയർ. അതെന്ന് പറയുന്നത് കസ്റ്റം ഡിസൈൻഡ് ആയിരിക്കും. ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് അവരാവശ്യത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്യുന്ന സോഫ്റ്റ്വെയർസ്, അതിന് നമ്മൾ കോൺട്രാക്റ്റഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ SQL ഇവിടെ എന്താ ചെയ്യണമെന്ന് നോക്കാം. ദ ജോബ് ഓഫ് ദ SQL ഓർഗനൈസേഷൻ ഈസ് ടു എൻഷുർ ദാറ്റ് ഹൈ ക്വാളിറ്റി അപ്പോൾ ഈ SQL ഓർഗനൈസേഷൻ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഹൈ ക്വാളിറ്റി സോഫ്റ്റ്വെയർസ് ആണ് ഈ ഓരോ വെൻഡേഴ്സും തരുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ ഈ ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ യൂസ് ചെയ്യുന്നത് ക്വാളിറ്റി പ്രാക്ടീസസ് ആണ്, അല്ലെങ്കിൽ ക്വാളിറ്റി ആക്ടിവിറ്റീസ് ആണ് എന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങനത്തെ ചെയ്യണം എന്നുള്ളത് സജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ജോബ്? SQL ഓർഗനൈസേഷൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് ദ സെക്യൂരിറ്റി മാനേജ്മെൻറ്റ്. With the increase in cybercrime and new government regulations regarding privacy, every software organization should institute policies that protect data at all levels, establish firewall protection for web apps, and ensure that software has not been tampered with internally. അല്ലേ, നമുക്കറിയാം അല്ലേ, ഫുള്ള് ഇപ്പം നമുക്ക് സൈബർ ക്രൈംസ് നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. സോ നമ്മളെ ഡാറ്റയൊക്കെ പ്രൊട്ടക്റ്റഡ് ആണ്, അതൊന്നും അത് ഹാക്ക് ചെയ്യുന്നില്ല. അതുപോലെയുള്ള ഫയർ വാൾസിനൊക്കെ സെറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്യണം. അപ്പോൾ SQL എന്താ ചെയ്യണം? SQL ensures that appropriate process and technologies are used to achieve the software security. അപ്പോൾ ഇവരെന്താ ചെക്ക് ചെയ്യണത്? SQL എന്താ എൻഷുർ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള, അതായത് നമ്മളൊരു സോഫ്റ്റ്വെയർ കൊടുക്കുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്യുന്നുണ്ടെന്നുള്ളത് SQL അതൊക്കെ ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. Then next is the safety. Because software is almost always a pivotal component of human-rated system, the impact of hidden defects can be catastrophic. SQL may be responsible for assessing the impact of software failure and for initiating those steps required to reduce risk. നമുക്കറിയാം, നമ്മൾ ഉണ്ടാക്കുന്ന ഇങ്ങനത്തെ സിസ്റ്റംസ് വന്നാൽ അത് എപ്പോൾ വേണമെങ്കിലും ഫെയിലിയേഴ്സ് വരാനൊക്കെ ചാൻസസ് ഉണ്ട് അല്ലേ. അപ്പോൾ എന്താണ് SQLൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഇങ്ങനെയുള്ള എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഫെയിലിയർ ഒക്കെ വരികയാണെങ്കിൽ അതിനെ ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സുകളൊക്കെ, അതിനെ റെഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസിന് എന്തെങ്കിലും റിസ്ക് ഒക്കെ വരികയാണെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് SQL ഉണ്ടാവുക. Okay, and finally the last one is the risk management.
Although the analysis and mitigation of risk is the concern of software engineers, the SQ organization ensures that risk management activities are properly conducted and that risk-related contingency plans have been established. നമുക്ക് ഒരുപാട് റിസ്കുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലേ സോഫ്റ്റ്വെയറിനെ കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പം എന്താ ചെയ്യണം എസ് ക്യു ഓർഗനൈസേഷൻ എൻഷുവേഴ്സ് ദാറ്റ് ദ റിസ്ക് മാനേജ്മെൻറ്റ് ഹാസ് ബീൻ ഡൺ എഫക്റ്റീവ്ലി, അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യാണ് SQA ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ SQA റിലേറ്റഡ് ആക്ടിവിറ്റീസ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും വാട്ട് ആർ ദി വേരിയസ് SQA ആക്ടിവിറ്റീസ്. അപ്പോൾ നിങ്ങൾ എഴുതി വെക്കേണ്ട കാര്യങ്ങളാണ് ഇത്രയും. നമുക്ക് എന്തൊക്കെയാണ് പറഞ്ഞത്? The first one is the standards. Next is reviews and audits, testing, error defect collection and analysis, change management, education, vendor management. Then next is security management, safety and risk management. ഇത്രയാണ് നമ്മുടെ SQA ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഒന്നുമില്ല, ഈ SQA ചെയ്യുന്നത് എന്താ, നമ്മൾ കൊടുക്കുന്ന സോഫ്റ്റ്വെയറിന് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് SQA അല്ലെങ്കിൽ SQA ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് അംബ്രല്ല ആക്ടിവിറ്റി. നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുള്ള അംബ്രല്ല ആക്ടിവിറ്റിയിൽ വരുന്ന ഒരു ആക്ടിവിറ്റിയാണ് SQA എന്ന് പറയുന്നത്, സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷ്വറൻസ്. ഓക്കെ, നമ്മൾ SQAയിൽ വരുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് കണ്ടു അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ SQA ഗ്രൂപ്പ് ഈ SQA കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു SQA ടാസ്കുകളുണ്ട്, അല്ലെങ്കിൽ അതിൽ നടക്കുന്ന ഓരോ ആക്ടിവിറ്റീസ് തന്നെ പറയാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, SQA ടാസ്ക് അല്ലെങ്കിൽ SQA ആക്ടിവിറ്റീസ് എന്നാണ് ഇതിനും പറയുന്നത് കേട്ടോ. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പ്രിപ്പയർസ് ആൻ SQA പ്ലാൻ ഫോർ എ പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ തന്നെ അതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു പ്ലാൻ ഉണ്ടാക്കും. ഓക്കെ, ദ പ്ലാൻ ഇസ് ഡെവലപ്ഡ് ആസ് പാർട്ട് ഓഫ് പ്രോജക്റ്റ് പ്ലാനിങ് ആൻഡ് ഇസ് റിവ്യൂഡ് ബൈ ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള പ്ലാന് എപ്പോഴാണ് നമ്മൾ പ്രോജക്റ്റിൻ്റെ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെയാണ് ഈ SQA പ്ലാനും നമ്മൾ ഉണ്ടാക്കുന്നത്. ആൻഡ് ദാറ്റ് പ്ലാൻ ഇസ് റിവ്യൂഡ് ബൈ ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എല്ലാവരും അത് റിവ്യൂ ചെയ്യും. Quality assurance activities performed by the software engineering team and the SQA group are governed by the plan. അപ്പം ഈ ഓരോ നമ്മളെ SQA ഗ്രൂപ്പും അതുപോലെ സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സും ഈ ഒരു സോഫ്റ്റ്വെയർ എൻജിനീയറിങ് നടത്തുമ്പം അവിടെയുള്ള ക്വാളിറ്റി അഷ്വറൻസ് ആക്ടിവിറ്റീസൊക്കെ ഇല്ലേ, അതൊക്കെ ഈ ഒരു പ്ലാൻ പ്രകാരമാണ് ചെയ്യുന്നത്. ഓക്കെ, ദ പ്ലാൻ ഐഡൻറ്റിഫൈസ് ഇവാലുവേഷൻസ് ടു ബി പെർഫോം, ഓഡിറ്റ്സ് ആൻഡ് റിവ്യൂസ് ടു ബി കണ്ടക്റ്റഡ്, സ്റ്റാൻഡേർഡ്സ് ദാറ്റ് ആർ ആപ്ലിക്കബിൾ to the project, procedures for error reporting and tracking, work products that are produced by the SQA group and the feedback that will be provided to the software team. അപ്പോൾ ഈ പ്ലാനിൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. എന്തൊക്കെ ഇവാലുവേഷൻസ് ആണ് ചെയ്യേണ്ടത്, ദാറ്റ് ഈസ് ഐഡൻറ്റിഫൈസ് എ ഇവാലുവേഷൻ ദാറ്റ് ഇസ് ടു ബി പെർഫോം. എന്തൊക്കെ ഇവാലുവേഷൻസ് ആണ് പെർഫോം ചെയ്യേണ്ടതെന്നുള്ളത് നോക്കും. ദെൻ ഓഡിറ്റ്സ് ആൻഡ് റിവ്യൂസ് ടു ബി കണ്ടക്റ്റഡ്. എന്തൊക്കെ ഓഡിറ്റ്സും റിവ്യൂസൊക്കെ കണ്ടക്ട് ചെയ്യണം. ദെൻ സ്റ്റാൻഡേർഡ്സ് ആർ ആപ്ലിക്കബിൾ. അപ്പോൾ ഓരോ പ്രോജക്റ്റിനും ഓരോ സ്റ്റാൻഡേർഡ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ചില പ്രോജക്റ്റ് ISO ബേസ്ഡ് ആയിരിക്കും, ചില IEEE ബേസ്ഡ്, അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഏതൊക്കെ സ്റ്റാൻഡേർഡ്സ് ആണ് ഈ ഒരു പ്രോജക്റ്റിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ദെൻ പ്രൊസീജിയേഴ്സ് ഫോർ എറർ റിപ്പോർട്ടിംഗ് ആൻഡ് ട്രാക്കിംഗ്. നമ്മൾ എറേഴ്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള എറേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും വേണ്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്. ദെൻ വർക്ക് പ്രോഡക്ട്സ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ SQA ഗ്രൂപ്പ്. ഈ SQA ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന വർക്ക് പ്രോഡക്ട്സ് എന്തൊക്കെയായിരിക്കും. ആൻഡ് ദ ഫീഡ്ബാക്ക് ദാറ്റ് വിൽ ബി പ്രൊവൈഡഡ് ടു ദ സോഫ്റ്റ്വെയർ ടീം. ഈ SQA സോഫ്റ്റ്വെയർ ടീമിന് കൊടുക്കുന്ന ഫീഡ്ബാക്ക് എന്തൊക്കെയായിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിനാണ് പ്ലാൻ ചെയ്യുക, നമ്മുടെ ഫസ്റ്റ് SQA പ്ലാൻ എന്ന് പറയുന്ന ആക്ടിവിറ്റിയിലായിരിക്കും ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താ വരുന്നത്, പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ പ്രോജക്റ്റ് സോഫ്റ്റ്വെയർ പ്രോസസ് ഡിസ്ക്രിപ്ഷൻ. സോഫ്റ്റ്വെയർ പ്രോസസ്സിൻ്റെ ഡെവലപ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. Okay, the software team selects a process for the work to be performed. ഏത് വർക്കാണ് ചെയ്യേണ്ടത് എന്നുള്ളത് സോഫ്റ്റ്വെയർ ടീം ആദ്യം തന്നെ സെലക്ട് ചെയ്യും. എന്നിട്ടോ ദ SQA ഗ്രൂപ്പ് റിവ്യൂസ് ദ പ്രോസസ് ഡിസ്ക്രിപ്ഷൻ ഫോർ കംപ്ലയൻസ് വിത്ത് ഓർഗനൈസേഷണൽ പോളിസി, ഇന്റേണൽ സോഫ്റ്റ്വെയർ സ്റ്റാൻഡേർഡ്, എക്സ്റ്റേണൽ ഇമ്പോസ് സ്റ്റാൻഡേർഡ് ആൻഡ് അതർ പാർട്സ് ഓഫ് ദ സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് പ്ലാൻ. SQA ഗ്രൂപ്പ് എന്താ ചെയ്യുന്നത്, SQA ഗ്രൂപ്പ് ഇതൊക്കെ റിവ്യൂ ചെയ്യും അല്ലേ. ഈ ഒരു പ്രോസസ്സിൻ്റെ അത് റിവ്യൂ ചെയ്തിട്ട് അത് കറക്റ്റായിട്ടുള്ള ഓർഗനൈസേഷൻ പോളിസി ഫോളോ ചെയ്യുന്നുണ്ടോ, ആ ഇന്റേണൽ, നമുക്ക് ഒരു കമ്പനിക്ക് ഒരു ഇന്റേണൽ സോഫ്റ്റ്വെയർ സ്റ്റാൻഡേർഡ് ഉണ്ട്
ഉണ്ട്. അത് കൂടാണ്ട് വരുന്നതാണ് നമ്മൾ ISO അല്ലെങ്കിൽ അല്ലാത്ത സ്റ്റാൻഡേർഡ്സൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഇൻറ്റേർണൽ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ടോ, എക്സ്റ്റേണൽ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ നോക്കും. ഓക്കെ, അതാണ് നമ്മുടെ സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. തേർഡ് ആക്ടിവിറ്റി ഈസ് റിവ്യൂസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആക്ടിവിറ്റീസ് ടു വെരിഫൈ കംപ്ലയൻസ് വിത്ത് ഡിഫൈൻഡ് സോഫ്റ്റ്വെയർ പ്രോസസ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആക്ടിവിറ്റി റിവ്യൂ ചെയ്യും. എന്തിനാണ് റിവ്യൂ ചെയ്യുന്നത്? അത് കറക്റ്റായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്ത പ്രകാരമുള്ള പ്രോസസ്സിലൂടെയാണോ പോണത് എന്നുള്ളത് റിവ്യൂ ചെയ്ത് നോക്കും. Okay, the SQA group identifies, documents and tracks deviations from the process and verifies that corrections have been made. നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുള്ള പ്രോസസ്സിൽ നിന്ന് എന്തെങ്കിലും ഡീവിയേഷൻ വരുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അതിനൊക്കെ കറക്റ്റ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ഓഡിറ്റ്സ് ഡെസിഗ്നേറ്റഡ് സോഫ്റ്റ്വെയർ വർക്ക് പ്രോഡക്ട്സ് ടു വെരിഫൈ കംപ്ലയൻസ് വിത്ത് ദോസ് ഡിഫൈൻഡ് ആസ് പാർട്ട് ഓഫ് ദി സോഫ്റ്റ്വെയർ പ്രോസസ്സ്. ആ സോഫ്റ്റ്വെയർ പ്രോസസ്സിൻ്റെ പാർട്ടായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത സംഭവമില്ലേ, അതും ഈ വർക്ക് പ്രോഡക്റ്റും തമ്മിലുള്ള ഓഡിറ്റ് നടത്തും, കറക്റ്റായിട്ടാണോ എന്നുള്ളത്. ഓക്കെ, ദ SQA ഗ്രൂപ്പ് റിവ്യൂ സെലക്റ്റഡ് വർക്ക് പ്രോഡക്ട്സ്. ഏതെങ്കിലും കുറച്ച് വർക്ക് പ്രോഡക്ട്സ് എടുക്കും, എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഐഡൻറ്റിഫൈസ്, ഡോക്യുമെൻറ്റ്സ് ആൻഡ് ട്രാക്സ് ഡീവിയേഷൻസ്, വെരിഫൈസ് ദാറ്റ് കറക്ഷൻസ് ഹാവ് ബീൻ മെയ്ഡ് ആൻഡ് പീരിയോഡിക്കലി റിപ്പോർട്ട്സ് ദ റിസൾട്ട് ഓഫ് ഇറ്റ്സ് വർക്ക് ടു ദി പ്രോജക്റ്റ് മാനേജർ. എന്താ ചെയ്യുന്നത്? സർട്ടൻ വർക്ക് പ്രോഡക്ട്സ് എടുക്കും, ആ വർക്ക് പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിനെ ഡോക്യുമെൻ്റ് ചെയ്യും, അതിനെ ട്രാക്ക് ചെയ്യും. ദെൻ അതിൽ എന്തെങ്കിലും കറക്ഷൻസ് വേണമെങ്കിൽ അത് വെരിഫൈ ചെയ്യും. ദെൻ അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട്സ് പീരിയോഡിക്കലി ആർക്ക് കൊടുക്കും? അവരെ പ്രോജക്റ്റ് മാനേജർക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അതാണ് ഓഡിറ്റിങ്ങിൽ അതല്ല ചെയ്യുക. ഓഡിറ്റ് ചെയ്യാൻ നമ്മൾ ഫുൾ എടുക്കില്ല, അതിൻ്റെ ഓരോ വർക്ക് പ്രൊഡക്ട്സ് എടുത്തിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ റിപ്പോർട്ട് അവരെ സീനിയർ അല്ലെങ്കിൽ മാനേജർക്ക് കൊടുക്കുകയാണ്, ഹാൻഡ് ഓവർ ചെയ്യുകയാണ് ചെയ്യുക. Next activity is ensures that deviation in software work and work products are documented and handled according to the documented procedure. അടുത്ത എന്താ ചെക്ക് ചെയ്യുന്നത്? നമ്മളെ സോഫ്റ്റ്വെയർ വർക്കും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ വർക്ക് പ്രോഡക്റ്റും എന്താണ് ഡോക്യുമെൻ്റ് ചെയ്ത പ്രകാരം തന്നെയല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഓക്കെ, അതിൽ എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുക. Deviations may be encountered in the project plan, process description, applicable standards or software engineering work products. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിലൊക്കെ എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്? ഡീവിയേഷൻസ് ഉണ്ടാവാൻ. ചിലതൊന്നും നമ്മൾ ഫസ്റ്റ് പറഞ്ഞ രീതിയിൽ തന്നെ ആവണമെന്നില്ല, അവിടെയൊക്കെ ഡീവിയേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രോജക്റ്റ് പ്ലാനിൽ ഡീവിയേഷൻ ഉണ്ടാവാം ഇല്ലേ? കാരണം വെച്ചാൽ നമ്മളൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി ഒരു പ്രോജക്റ്റ് തുടങ്ങുകയാണേ. പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ നമ്മൾ ഇപ്പോൾ നിങ്ങൾ തന്നെ നോക്കിയാൽ മനസ്സിലാവും. നിങ്ങളിപ്പോൾ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക, ഫസ്റ്റ് നിങ്ങൾ പറയുന്ന ഒന്നായിരിക്കില്ലേ കുറച്ച് കഴിഞ്ഞുണ്ടാവും അല്ലേ, അതിൽ കുറേ ചേഞ്ചസ് വരും. അതേപോലെ ഡീവിയേഷൻസ് എന്തിലൊക്കെ ഉണ്ടാവും? പ്രോജക്റ്റ് പ്ലാനിൽ വരും, പ്രോസസ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അതുപോലെ സ്റ്റാൻഡേർഡ്സ്. ഇപ്പോൾ ആദ്യം ISO ഇതാക്കാമെന്ന് വിചാരിക്കും, പിന്നെ ഈ ISO IEEE ആക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ സ്റ്റാൻഡേർഡ്സിൽ ഉണ്ടാവാം അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്തുണ്ടാവും? ഡീവിയേഷൻസ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ഡീവിയേഷൻസ് ഒക്കെ നമ്മളിവിടെ എന്താ പറയുക ഇതിലേക്ക് റെഡിയാക്കുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യണം. Okay, and finally records any non-compliance and reports to senior management. എല്ലാ റിപ്പോർട്ട്സും എല്ലാതും നമ്മൾ എന്തെങ്കിലും ഡീവിയേഷൻ അല്ലെങ്കിൽ ചേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ആർക്ക് റിപ്പോർട്ട് ചെയ്യും? സീനിയർ മാനേജ്മെൻറ്റിന് റിപ്പോർട്ട് ചെയ്യും. ഓക്കെ, നോൺ കംപ്ലയൻസ് ഐറ്റംസ് ആർ ട്രാക്ക് അൺടിൽ ദേ ആർ റിസോൾവ്. നോൺ കംപ്ലയൻസ് കറക്റ്റ് അല്ലാത്ത ഐറ്റംസ് ആണെങ്കിൽ അത് റിസോൾവ് ആവുന്നത് വരെ അതിനിങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കും. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ SQA ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. SQA ടാസ്ക്, SQA ആക്ടിവിറ്റീസ് ട്ടോ. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ SQAയിൽ പഠിക്കാനുള്ളത്. SQA എന്താണെന്ന് പറയാം, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ള SQAൻ്റെ ഇത് ആക്ടിവിറ്റീസ്, സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ് ആക്ടിവിറ്റീസ്, പിന്നെ SQA ടാസ്ക്. നമ്മൾ SQA ആക്ടിവിറ്റീസ് എന്ന് പറയും കേട്ടോ. ക്ലിയർ? രണ്ടും പറയുന്നുണ്ട്, പക്ഷേ രണ്ടും എഴുതിക്കോ. ആക്ടിവിറ്റീസ് പറയുമ്പോൾ രണ്ടും എഴുതാം കേട്ടോ. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, താങ്ക് യു.